ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് കളിക്കാൻ പോകുന്നു ബേബി നെല്ലോ ആണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമ്മളെ ടാർഗറ്റ് 100 സബ്സ്ക്രൈബേഴ്സ് ആണ്. നമ്മൾ കളി തുടങ്ങി. ഗെറ്റ് ബോട്ടിൽ ഫ്രം ഫ്രിഡ്ജ്. നമ്മൾ ഈ ഡോറിനാണ് തോന്നുന്നു. ഈ ഡോറിനാണ് വന്നു. ഫ്ലാറ്റാണ്. ഇതാണ് നമ്മളെ ബേബി നെല്ലു. നോക്കുന്നുണ്ടോ? വന്നു വിളിച്ച് നോക്കുന്നു. ഗെറ്റ് ബോട്ടിൽ ഫ്രം ഫ്രിഡ്ജ്. അപ്പോൾ ബേബിക്ക് നമ്മൾ പാല് കൊടുക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് കൊടുക്കുക. Take baby to change. ബേബി സോറി, ഡൈപ്പർ മാറ്റാൻ വേണ്ടി വന്നു. ഇതെന്തൊരു ക്ലോസറ്റ് കിഴിക്കാൻ പറ്റുമോ? അല്ല പറ്റൂല. എന്താ എന്തൊരു ക്യാറ്റിന്റെ ചിഹ്നം. ഡൈപ്പർ വെള്ളം നിൽക്കണല്ലേ. അയ്യോ അയ്യോ, വെള്ളം നിൽക്കണില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും. അയ്യോ, ബേബി എവിടെ? നമ്മൾ ഇതിനെ ബെഡിലോട്ട് കയറ്റണം. ഇതാണ് ബേബിയുടെ ബെഡ്. ഫൈൻഡ് സ്റ്റോറി. ഏതൊരു ബുക്ക് കണ്ടുപിടിക്കാൻ കഥ പറഞ്ഞെടുത്ത്. വീണ്ടും ഫ്രീസർ അതായിരിക്കും ബുക്ക്. അപ്പൊ ഇവിടെ ഇരുന്ന് വായിക്കും. സൗണ്ട് ഇല്ലേ? ഞാൻ സെറ്റിങ്സിൽ കുറച്ച് വെച്ചിരിക്കുന്നു. മറന്നുപോയി ഗൈസ് ചെയ്യാൻ. സെറ്റിങ്സിൽ സൗണ്ട് കുറച്ച് വെച്ചിരുന്നു. വായിച്ചെടുത്തു ഉറങ്ങി. സെറ്റിങ്സ് സൗണ്ട് കൂട്ടി. കഥടച്ചു. നമുക്ക് ടി വി കാണാൻ പോവാം. ടി വി ഇവിടെ ഓണായിരിക്കും. ടി വി ചില്ലായിട്ട് നമ്മൾ ടി വി കാണാൻ പോയാൽ ചില്ല്. ബേബി സെറ്റിൽ. ബേബി ഇടുന്ന കരയുന്നു ഗൈസ്. ബേബി ബേബി എവിടെ? ബേബി ടു ബെഡ് ആയിരിക്കുന്നു. തറ ഇറങ്ങിയിട്ടിട്ട് മാമാന്ന്. അതൊക്കെ എന്ത്? തറ ഇറങ്ങി എനിക്ക് വരെ കിടക്കാറുണ്ട്.
പോയി കട അങ്ങോട്ട് പോ. എന്തോ ഇട്ട് കൊടുക്കാനാണെന്ന് തോന്നുന്നു പറയുന്നത്. എന്തോ ഇട്ട് കൊടുക്കാൻ. പൊട്ടത് കറക്റ്റ് കറക്റ്റായിട്ട് തന്നെയല്ലേ ഇട്ടത്. കറക്റ്റ് തന്നെയല്ല, തൊടാൻ പറ്റണില്ല. ഇനി ബൊമ്മ എല്ലാം കൊടുക്കണോ? ഇതല്ലേ അറിയണണ്ട. ഇതല്ല വേറെ ബൊമ്മ. ഇതെടുത്ത് പൂച്ചയെടുത്ത് കൊടുക്കാം. പൂച്ച നമ്മളിനി വീണ്ടും ചില്ല് ചെയ്യാൻ പോകുന്നു ഗൈസ്. ടിവിയിൽ നമുക്ക് ചില്ല് ചെയ്യാൻ പോകും. ചില്ല് ഡോർ തുറക്കണ ശബ്ദം കേട്ടു ഗൈസ്. നമുക്കിനി ചില്ല് ചെയ്യാം ടിവിയിൽ. നമ്മൾ ചില്ല് ചെയ്ത് കണ്ടുകൊണ്ടിരുന്ന പെട്ടെന്ന് ഉറങ്ങിപ്പോയി ഗൈസ്. പെട്ടെന്ന് ഉറങ്ങിപ്പോയി. ഇപ്പോൾ ഗൈസ് നൈറ്റ് 2 ആണ് അടുത്തത്. നമുക്ക് തുടങ്ങാം. ഗൈസ് വീണ്ടും വന്നിരിക്കുന്നു എഗ് ബോട്ടിൽ ഫ്രം ഫ്രിഡ്ജ്. മറ്റേ നമുക്ക് മുട്ട എടുത്തിറങ്ങി നോക്കാം. ഹൗ ടു ബേസിക് എന്ന ചാനലിൽ നമുക്ക് മുട്ട എടുത്തറിയാം. ഹൗ ടു ബേസിക് കറക്റ്റ് അതേ മുട്ട. ഓരോ സാധനങ്ങൾ നോക്കാം. ഓവൻ ക്ലീൻ. ഇതിനകത്തൊക്കെ ഇങ്ങനെ കാറ്റ് ഇറങ്ങി വരും. താഴെ നടഞ്ഞ് ഫൈൻഡ് ദ ബോട്ടിൽ. ഡോർ ലോക്കായി ഗൈസ്. ഇതിനകത്തെല്ലാം കാണും. ഇതിനകത്തില്ല. ഇതിനകത്തുമില്ല. ഇപ്പം ഇതിനകത്തുമില്ല. ഏതിനകത്താണ്? ഇവിടെ ഇവിടെ ഇരിക്കുന്നത്. എല്ലാത്തിനും കാരണം ഈ ബേബിയുടെ കുഴപ്പമാണ്. ബേബിക്ക് എന്തോ ഒരു ബാധ കയറി പിടിച്ച്. ഇപ്പം പോവും തൂറാൻ. എപ്പോഴേ പറഞ്ഞില്ലേ, കാല് പിടിച്ച ഉടനെ തൂറാൻ പോകും. ഒറ്റ ഏറിയൊന്നും ഒക്കെ വരണ്ടേയിരുന്നു ജോലിക്കൊക്കെ. കിടപ്പുണ്ട്. ഇതാ ഡൈപ്പർ ഓടിപ്പോണ് ഗൈസ്. കണ്ണൊക്കെ വന്ന് ഡൈപ്പറിന്. ഓടല് ഞാൻ പിടിക്കും. അതോ ഇരിക്കുന്നു. നമുക്ക് പതുക്കെ ചെന്ന് പിടിക്കാം. പോയി കഷ്ടം നോക്ക്. കണ്ണാടി വെച്ചിട്ടില്ല. നമ്മൾ അറിയില്ലെന്ന് വിചാരിച്ചു.
പിടിക്കും ഇപ്പം. പിന്നെ കിട്ടണം അത്യാവശ്യം. ഡയപ്പർ ഒന്ന് അടിച്ചപ്പോൾ ചെവിയിലൊക്കെ പൊളിഞ്ഞു ഗൈസ്. ചെവിയിലൊക്കെ പൊളിഞ്ഞെന്നൊക്കെ പൊട്ടിപ്പോയി. ബ്രേക്ക് ഗ്ലാസ് വീണ്ടും കിട്ടി ഗൈസ്. കളക്ഷൻ സ്പ്രീ സോള്. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ബേബിക്ക്. ഇപ്പം എണീറ്റിരുന്നു. നേരത്തെ കമ്മന്ന് കിടന്ന് ഇപ്പം എണീറ്റിരുന്നു. കണ്ടു ഗൈസ്. പെട്ടെന്ന് കണ്ണടഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് ചുമന്നിരുന്നു. ബാധ കയറിയതെന്ന്. അടുത്ത സ്റ്റോറി വായിക്കാം. അടുത്ത ഷീപ്പിൻ്റെ അല്ല റാബിറ്റിൻ്റെ പടം ഉള്ള സ്റ്റോറിയാണ് ഒന്ന് കൊടുക്കാൻ. അല്ലെങ്കിൽ ദൂരെ എടുത്ത് എറിയും. ഒന്ന് വായിക്കാം. പ്രിൻസ് നമ്മളെ ബേബിയാണ്. ഓണം തട്ടിയിട്ട് കണ്ടിന്യൂ റീഡിങ്. നമ്മളെ പ്രിൻസാണ് നമ്മളെ ബേബിയാണ് തോന്നുന്നത്. കറക്റ്റ് അതേപോലെയാണ് ആയിരിക്കും. നമ്മളെ ബേബി ആയിരിക്കില്ല പ്രിൻസ്. പടമൊക്കെ വരച്ച് വെച്ചിരിക്കുന്നു. ഈ ബേബി അമ്മയുടെ അച്ഛൻ്റെ റൂമിൽ ഈ ബേബിയാണ് പടമൊക്കെ വരച്ച് വെച്ചിരിക്കുന്നത്. ഈ രാജാവിൻ്റെ പ്രിൻസിൻ്റെ ഒക്കെ ചിലപ്പം രണ്ടും ഒരേപോലെ ഇരിക്കുന്നു. നമ്മൾ വായിച്ചു കഴിഞ്ഞ് ഡോറടച്ചിട്ട് നമുക്കിനി ചില്ല ഔട്ട് ചെയ്യാം ഗൈസ്. ചില്ല ഔട്ട് എന്തൊരു മിന്നിക്കൊപ്പം നമുക്കിനി ചില്ല ഔട്ട് ചെയ്യാം. നിങ്ങൾ കണ്ട ഗൈസ് അവിടെ എന്തിനാ കണ്ട് കൈ എന്തോ നിങ്ങൾ കണ്ടെങ്കിൽ കമൻ്റ് അടിക്കണേ. കളിക്കാം അല്ല കാണാം. അതിലെന്തൊരു ബെല്ലടിച്ച്. പിസ പിസ നമുക്ക് കഴിക്കാൻ വേണ്ടി ഓർഡർ ചെയ്ത് വരി. ഇതിനകത്ത് അവിടെ വയ്ക്കാം. എന്താ വെച്ചിലെന്തോ ഉണ്ടോ? ഇനി പീസായിട്ട് നമുക്ക് സിനിമ കാണാം. സിനിമ അയ്യോ